പ്രവാസി ക്ഷേമ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം ഉറപ്പുവരുത്തുവാൻ പ്രവാസി സംഘടനാ കൂട്ടായ്മകൾ ശ്രമിക്കണമെന്ന് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന വിഹിതവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുകളുടെ വലിയ സഹായം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതിനേക്കാൾ അത് ഉണ്ടാകണം, ഈ ആവശ്യം പൊതുവായി ഉയർന്നു വരേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കേരളത്തിൽ നോർക്കയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NDPRM പോലെയുള്ള പുനരധിവാസ പദ്ധതികൾ, സാന്ത്വനം പോലെയുള്ള ചികിത്സാ സഹായ പദ്ധതികൾ ഇതെല്ലാം നൽകുന്നുണ്ട്. ഇപ്പോൾ നോർക്ക നൽകുന്ന ഒറ്റത്തവണ ചികിത്സാ സഹായം, അതിന് പ്രായപരിധിയില്ല. അത് നമുക്ക് ഇവിടെ നിങ്ങൾ ക്ഷേമനിധിയിൽ ആളുകളെ ചേർക്കുന്നത് പോലെ തന്നെ നോർക്കയുടെ സാന്ത്വനം ചികിത്സാ സഹായ പദ്ധതിക്കുള്ള അപേക്ഷകൾ നൽകുന്നതിനും ആ കൂട്ടായ്മ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നു. ആ തരത്തിൽ സ്റ്റേറ്റ് ചെയ്യുന്ന, സംസ്ഥാനം ചെയ്യുന്ന, ഗവൺമെൻറ് ചെയ്യുന്ന പ്രവാസി ക്ഷേമ പദ്ധതികളുടെ ഗുണഫലം കൂടുതൽ പ്രവാസികളിൽ എത്തിക്കാൻ പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മകൾക്ക് കഴിയണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇത് ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രായോഗിക പദ്ധതി ആവിഷ്കരിച്ച നമ്മൾ ചാവക്കാട്ടുകാർ ഒമാൻ ചാപ്റ്ററിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അതിന് നാട്ടിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കി അതിനെ പിന്താങ്ങുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ ക്യാമ്പയിൻ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ചാവക്കാട് MK മാളിൽ നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാപ്റ്റർ സംഘടിപ്പിച്ച കേരള പ്രവാസി ക്ഷേമനിധി അംഗത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാനും മുൻ ഗുരുവായൂർ MLA കൂടിയായ KV അബ്ദുൽ ഖാദർ. 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ നൽകാനാവാത്തത് സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ലാത്തതുകൊണ്ടാണെന്നും പരിഗണിക്കപ്പെടേണ്ടതാണ് മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നടപടിയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ചാവക്കാട്ടുകാർ എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടെ നമ്മൾ ചാവക്കാട്ടുകാർ എന്ന് പറയുന്ന സംഘടനയുടെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. ആദ്യമായാണ്, എൻ്റെ അറിവിൽ ഇതുവരെ കണ്ടിട്ടില്ല, സാമൂഹ്യ സംഘടനകൾ പ്രവാസി ക്ഷേമ നിധിയുടെ അംഗത്വം ചേർക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ ഈ പ്രവാസികൾ അനുഭവിക്കുന്ന വലിയ കഷ്ടതയിലേക്കാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഇതും പ്രഥമമായി ഒരു സാമൂഹ്യ സംഘടന സൗജന്യമായി പ്രവാസി പെൻഷന് രജിസ്ട്രേഷൻ നടത്തിയെന്ന ഖ്യാതി നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാപ്റ്റർ സ്വന്തമാക്കിയ ചടങ്ങിൽ ഷാഹുൽ VCK അധ്യക്ഷത വഹിച്ചു. ബദറുദ്ദീൻ ഗുരുവായൂർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ്, രാജൻ മാക്കൽ, ഇലിയാസ് ബാബു, ഫൈസൽ കാനാമ്പുള്ളി, ഫിറോസ് തൈപ്പറമ്പിൽ, CM ജനീഷ്, ഹക്കീം ഇമ്പാർക്ക്, ജാഫർ കണ്ണാട്ട്, RVC ബഷീർ, മുഹമ്മദ് ഉണ്ണി അൽ അമാനി, ഹരിദാസ് പാലക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷബീർ ശോഭ ഡിജിമാക്സ്, സുഭാഷ് പൂക്കാട്ട്, PK ഫസലുദ്ദീൻ, CP ബാബു, CM മുജീബ്, അക്ബർ, റഹീം മണത്തല, അരുൺ സുബ്രഹ്മണ്യൻ, അർഫാൻ ആഷിഖ്, സിന്ധു സുഭാഷ്, അനീഷ ബദർ, തസ്നി സലീം, ഗായത്രി സുബ്രഹ്മണ്യൻ, നീഷമ സനോജ്, ഷഫി ആഷിഖ്, ആയിഷ നസീർ, രമ്യകൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നെ കാത്തു നിന്നത്. അദ്ദേഹം ഇപ്പോഴും പ്രവാസിയായിട്ട് അലൈനിലുണ്ട്. ഇപ്പോൾ 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്.